BDJS എന്നത് ഇപ്പോൾ NDAയുടെ സഖ്യകക്ഷിയായി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. BDJSന്റെ അധ്യക്ഷൻ തന്നെയാണ് SNDP യോഗത്തിന്റെ വൈസ് പ്രസിഡന്റ് എന്നത് മാത്രമല്ല, ഇതേ തുഷാർ വെള്ളാപ്പള്ളി തന്നെയായിരുന്നു പെരുന്നയിലേക്ക് ആദ്യം ചർച്ചകൾക്കായി പോകേണ്ടിയിരുന്നത് എന്നുമാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും BJP ഈ വിഷയത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്നതാണ്. അതിൽ ഹിന്ദു സംഘടനകളുടെ ഒരു ഐക്യമുണ്ടായാൽ അത് തീർച്ചയായും തങ്ങൾക്ക് ഗുണകരമാകും എന്ന ഒരു വിലയിരുത്തൽ തന്നെയായിരുന്നു BJPക്ക് ഉണ്ടാകുന്നത്. കാരണം ഹൈന്ദവ വോട്ടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് മാത്രമേ BJPക്ക് ഒരു ഭാവിയുള്ളൂ എന്ന് BJP വിലയിരുത്തുന്ന സാഹചര്യം. അതുമാത്രവുമല്ല, BDJS തങ്ങളുടെ സഖ്യകക്ഷിയായി നിലനിൽക്കുന്നു. വെള്ളാപ്പള്ളി നടേശൻ പലപ്പോഴാണ് എങ്കിലും ഈ BDJS ഇടതുമുന്നണിയിലേക്ക് പോകുന്നതായിരിക്കും ഉചിതം എന്ന നിലയിലൊക്കെയുള്ള ചില പരാമർശങ്ങളിലേക്ക് കടന്നിരുന്നു. BDJS BJP സഖ്യത്തിൽ നിന്ന് പുറത്തു വരണം. അവിടെയാണ് പത്മ പുരസ്കാരം അടക്കം ലഭിക്കുമ്പോൾ വെള്ളാപ്പള്ളി നടേശനും കേന്ദ്രത്തിനോട് അല്ലെങ്കിൽ BJP നേതൃത്വം നൽകുന്ന ഒരു സർക്കാരിനോട് വീണ്ടും വലിയൊരു ആക്രമണ ശൈലിയിലേക്ക് പോകാൻ പറ്റാത്ത രാഷ്ട്രീയ സാഹചര്യം കൂടി ഉടലെടുക്കുന്നത്. അങ്ങനെ ഒരു ദീർഘകാലത്തിൽ എങ്കിലും ഇത് കൂടുതൽ അനുകൂലമാവുക NDAയ്ക്കായിരിക്കുമെന്ന് NDA വിലയിരുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നല്ലോ. കിരൺ, NDAയെ സംബന്ധിച്ചിടത്തോളം അവരെപ്പോഴും പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നത് നാളെ നടക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പിന് മാത്രം മുന്നിൽ കണ്ടല്ല. ഇപ്പോഴും അവരുടെ ലക്ഷ്യം 2030 എന്നതാണ് എന്ന് നമുക്കറിയാം. അങ്ങനെ 30-ന് ശേഷം കേരളത്തിലൊരു സമ്മർദ്ദ ശക്തിയായി അല്ലെങ്കിൽ ഭരണത്തെ സ്വാധീനിക്കുന്ന ശക്തിയായി മാറുക എന്നതാണ് BJP ലക്ഷ്യം വെക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാധ്യത BJP മുന്നിൽ കണ്ടിരുന്നു. ദീർഘമായ വീക്ഷണത്തിൽ സമീപകാല രാഷ്ട്രീയം നോക്കുകയാണെങ്കിൽ ഇവർ രണ്ടുപേരും ഇടതുമുന്നണിയോടൊപ്പം നിൽക്കുന്ന സാഹചര്യമായിരുന്നു SNDPയും NSSും. അത് BJPയും NDAയും ഈ വിഷയത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അഭിലാഷ് പറഞ്ഞാണ് ഏറ്റവും പ്രധാനം. BJPയെ സംബന്ധിച്ച് BJP തൊട്ടടുത്ത് വരുന്ന തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ജയിക്കാം എന്ന് കണക്കുകൂട്ടിയല്ല കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. അവർ ദീർഘകാല ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. അങ്ങനെയാണ് അവർ തന്ത്രങ്ങളൊക്കെ നടപ്പാക്കുന്നതും. അതിൻ്റെ ഒരു അല്പം ചരിത്രത്തിലേക്ക് കൂടി നമുക്ക് വരേണ്ടതുണ്ട്. കേരളത്തിൽ CPMനെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ഇടതു പാർട്ടികളെ സംബന്ധിച്ച് കേരളത്തിൻ്റെ അവരുടെ അടിത്തറ എന്ന് പറയുന്നത് കേരളത്തിലെ ഈഴവ വിഭാഗമായിരുന്നു. കേരളത്തിൽ BJPക്ക് സ്വാധീനമുള്ള ഘട്ടങ്ങളിലൊന്നും ഈഴവ വിഭാഗത്തിൽ നിന്ന് അങ്ങനെ വളരെ ചുരുങ്ങിയ ചില ആളുകളല്ലാതെ, വിരലിലെണ്ണാവുന്ന ആളുകളല്ലാതെ ഈഴവ വിഭാഗം BJPയുമായി ഏതെങ്കിലും തരത്തിൽ അടുക്കുകയോ അല്ലെങ്കിൽ BJPയെ അകറ്റി നിർത്തിയിരുന്ന ഒരു വിഭാഗമായിരുന്നു. ഒന്നുകിൽ CPM ആയിരിക്കും, അല്ലെങ്കിൽ CPI ആയിരിക്കും, അല്ലെങ്കിൽ കോൺഗ്രസ് ആകുക എന്നതിനപ്പുറത്തേക്ക് BJPയിലേക്ക് ഒരു ഘട്ടത്തിലും പോയിരുന്നില്ല. അങ്ങനെ കേരളത്തിലെ ഏറ്റവും പ്രബല 5-1 വരുന്ന ഒരു വിഭാഗത്തെ ഹിന്ദു വിഭാഗത്തിൽ, പ്രത്യേകിച്ച് പകുതിയോളം വരുന്ന ഹിന്ദുക്കളിൽ അതിൻ്റെ പകുതിയോളം വരുന്ന ഒരു ഈഴവ വിഭാഗം പുറത്തു നിന്നുകൊണ്ട് BJPക്ക് ഒരു കാലത്തും കേരളത്തിൽ ജയിക്കാൻ കഴിയില്ല എന്നത് BJP നേരത്തെ തിരിച്ചറിയുന്നു. അങ്ങനെയാണ് അവർ അവരുടെ കൂടി പിന്തുണയോടുകൂടി, അവരുടെ കൂടി ആശീർവാദത്തോടുകൂടി, അവരുടെ കൂടി ഐഡിയ എന്ന് തന്നെ പറയാം, അങ്ങനെയാണ് BDJS എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിക്കുന്നു. അതിന് എല്ലാ തരത്തിലെ സഹായവും BJP നൽകുന്നു. അങ്ങനെ തുഷാർ വെള്ളാപ്പള്ളിയുടെ നേതൃത്വത്തിൽ BDJS രൂപീകരിക്കുന്നു. ഇപ്പോൾ ഈ പറയുന്ന വെള്ളാപ്പള്ളി തന്നെയാണ് അതിനെല്ലാം നേതൃത്വം നൽകിയത്. അല്ലാതെ തുഷാറിനെ പിന്നീട് നേതൃത്വത്തിൽ കൊണ്ടുവന്നു എന്നതിനപ്പുറത്തേക്ക് വെള്ളാപ്പള്ളിയുടെ കാർമ്മികത്വത്തിൽ തന്നെയാണ് അങ്ങനെ ഒരു സംഘടന രൂപീകരിച്ചത്. ആ സംഘടന BDJS പതിയെ NDAയുമായി സഖ്യത്തിലാവുന്നു. സ്വാഭാവികമായും അതുവരെ BJPയോടുണ്ടായിരുന്ന ഒരു അസ്പൃശ്യതയോ അല്ലെങ്കിൽ ഒരു അകൽച്ചയോ ഒക്കെ ഈഴവ വിഭാഗത്തിലെ ഒരു പ്രത്യേക ശതമാനം ആളുകൾക്കെങ്കിലും മാറുന്നു. അങ്ങനെ ഈഴവ വിഭാഗത്തിൽ നിന്നും പ്രധാനപ്പെട്ട നേതാക്കളെ BJP സംസ്ഥാന ഭാരവാഹിത്വത്തിലേക്ക് കൊണ്ടുവരുന്നു. അല്ലെങ്കിൽ കേരളത്തിലെ 80% ആകെ BJP അംഗങ്ങൾ എടുത്താൽ അതിൽ മഹാഭൂരിപക്ഷം പേരും നായർ വിഭാഗത്തിൽ നിന്ന് വരുന്ന ഒരു പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ആ പാർട്ടിയെ തന്നെ നാമമാത്രമായ ആളുകളുള്ള ഈഴവ വിഭാഗത്തിൽ നിന്ന് പ്രധാന നേതാക്കളെ കൊണ്ടുവരികയും അവരെയൊക്കെ ദേശീയ തലത്തിലടക്കം അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്ത് അത്തരം ഒരു നീക്കം നടത്തി ഈഴവ വിഭാഗത്തിൽ നിന്ന് ഒരു വിഭാഗത്തെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി BJPയെ സംബന്ധിച്ച് മുന്നിലുള്ളത് ഒരു ഹിന്ദു ഐക്യം ഉണ്ടാവുക എന്നുള്ളതാണ്. ഹിന്ദു സംഘടനകളെല്ലാം കൂടി ഒരു ഐക്യം ഉണ്ടായാൽ തൽക്കാലത്തേക്ക് അത് ഇടതുമുന്നണി ഗുണം ചെയ്താലും UDFന് ഗുണം ചെയ്താലും ഭാവിയിലേക്ക് അങ്ങനെ ഒരു ഐക്യം ഉണ്ടാവുന്നത് അത് സ്വാഭാവികമായും മുസ്ലിം വിരുദ്ധമായ, ഹിന്ദുവിനൊപ്പം ക്രിസ്ത്യൻ വോട്ടുകളോട് ചേർക്കാൻ എപ്പോഴും BJP ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ മുസ്ലിം വിരുദ്ധത പറഞ്ഞുകൊണ്ട് തന്നെ ആവണം ഈ ഹിന്ദു ഐക്യവും ക്രിസ്ത്യൻ ഐക്യവും എന്നുള്ളത് തന്നെയാണ് BJPയുടെ ഇന്ത്യയിൽ മുഴുവൻ നടപ്പാക്കുന്ന പദ്ധതി. പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും ഫലപ്രദമായി നടപ്പാക്കാൻ പറ്റുന്ന ഒരു പദ്ധതിയും അതുതന്നെയാണ്. അതിന് ഏറ്റവും അനുഗുണമായിരുന്നു SNDP NS ഐക്യം. കേരളത്തിലെ ഹിന്ദു വിഭാഗത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉൾപ്പെടുന്ന രണ്ട് പ്രബല സമുദായങ്ങളെ ഒരുമിച്ച് നിൽക്കുന്നു, അവർ ഒരുമിച്ച് നീങ്ങുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ ഭാവിയിൽ അവരെ ഈ തവണ വെള്ളാപ്പള്ളിക്ക് പത്മം കൊടുത്തെങ്കിൽ അടുത്ത തവണ G. സുകുമാരൻ നായർക്ക് അങ്ങനെ ഒരു പത്മം കൊടുത്ത് G. സുകുമാരൻ നായരെയും ഒക്കെ പരിധിക്ക് കൊണ്ടുവരാനോ അല്ലെങ്കിൽ ആ തരത്തിൽ പലതരത്തിൽ പരിധിക്ക് കൊണ്ടുവരാനുള്ള സംവിധാനങ്ങളൊക്കെ BJPയെ സംബന്ധിച്ച് അവർ ആ പലതരത്തിൽ കാണും. അവർ ഒരു ഭാവി കൂടി കണ്ടിരുന്നു. അങ്ങനെ അത് ഇല്ലാതായി എന്നത് BJPയെ സംബന്ധിച്ച് ഭാവിയിൽ ഒരു വലിയ തിരിച്ചടി തന്നെയായി കാണേണ്ടി വരും. ഈ സംവരണ വിഷയത്തിലടക്കം അവർക്ക് 2 സ്റ്റാൻഡ്, SNDPക്ക് ഒരു സ്റ്റാൻഡും NSന് ഒരു സ്റ്റാൻഡും, അങ്ങനെയൊക്കെ 2 സ്റ്റാൻഡിൽ അവിടെ എവിടെ ഞങ്ങൾ നിൽക്കും എന്നൊക്കെ പറയുന്നതിനൊക്കെ BJPക്ക് പ്രയാസമുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു ഐക്യം ഉണ്ടായിരുന്നെങ്കിൽ അത് ഭാവിയിൽ BJPക്ക് ഗുണമായിരുന്നു എന്ന് തന്നെയാണ് അവർ വിലയിരുത്തുന്നത്. രാഷ്ട്രീയ പാർട്ടികളടക്കം സാമുദായിക ഐക്യം എന്നതിനപ്പുറത്ത് രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ സസൂക്ഷ്മമായി നിരീക്ഷിച്ചിരുന്ന ഒരു നീക്കം ആയിരുന്നു SNDP NSS
ഐക്യം എന്നത് അത് രാഷ്ട്രീയ സമവാക്യങ്ങളിലടക്കം ഒരുപക്ഷെ ഭാവിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയേക്കാം എന്നും പൊതുവെ നിരീക്ഷിച്ചിരുന്നു. അങ്ങനെയുള്ള ഒരു ഐക്യ നീക്കം ആണ് തുടക്കത്തിൽ തന്നെ ഒളിഞ്ഞത്. അതിന്റെ രാഷ്ട്രീയമെന്ത്, അതിന്റെ ഭാവി എന്തായിരുന്നു എന്നതാണ് ന്യൂസ് ലെൻസ് വിശദമായി പരിശോധിച്ചത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.